എല്ലാവർക്കും നേത്യാസ്മാജിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. വടയാണ്. എന്നാൽ ഇത് ഉഴുന്നുവടയല്ല കേട്ടോ. ഉഴുന്നൊന്നും ചേർക്കാത്ത ഉഴുന്നുവട ഷേപ്പിലുള്ള എന്നാൽ നല്ല സ്വാദിഷ്ടമായ ഒരു വടയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കണില്ലേ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം ഈ വട ചെയ്യാനായിട്ട് നമുക്ക് ചോറാണ് കേട്ടോ വേണ്ടുന്നത്. നമ്മളുടെ വീട്ടിലൊക്കെ ചോറ് വയ്ക്കുന്നത് അധികം വരില്ലേ. അപ്പോൾ അങ്ങനെ അധികം വരുന്ന ചോറ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്ക് ഐറ്റമാണ് ഈ വട. അപ്പം ഞാനിവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ ചുമന്ന അരിയുടെ ചോറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെള്ള അരിയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 കപ്പ് ചോറുണ്ട്. ഇത് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം റവയാണ്. റവയും ഞാനിവിടെ ഒരു 3 സ്പൂണാണ് ചേർക്കുന്നത്. റവ 1.5-2 സ്പൂൺ ആയാലും കുഴപ്പമില്ല. കാരണം റവ നമ്മൾ ചേർക്കുന്നത് വടയ്ക്കൊരു ക്രിസ്പിനെസ് കിട്ടാനാണ്. അപ്പം റവ കൂടിയൊന്നും പറഞ്ഞ് പ്രശ്നമൊന്നും വരില്ല. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ തൈരാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളം ഒന്നും ചേർക്കാതെ ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി അരിഞ്ഞത്. ഞാനിവിടെ ഒരു വലിയ സവാളയുടെ പകുതിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഒരെണ്ണം വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വടയുടെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് ഉരുട്ടിയിട്ട് കൈയുടെ വെള്ളയിൽ വെച്ച് തന്നെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് നടുക്കൊരു ഒന്ന് കുഴിച്ചു കൊടുക്കാം. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഫുൾ മാവ് ചെയ്തെടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു വടയാണ് കേട്ടോ ഇത്. എന്തായാലും നമ്മളുടെ വീട്ടിൽ ബാക്കി ചോറുണ്ടാവും വെച്ചതിൻ്റെ ബാക്കി. അപ്പോൾ അത് വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്ക് ഐറ്റമാണ്. നമ്മളുടെ ഉഴുന്നുവടയുടെ ടേസ്റ്റ് അല്ല കേട്ടോ, കാരണം ഉഴുന്ന് ചേർക്കുന്നില്ലല്ലോ. പക്ഷേ എന്നാൽ പോലും നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കളറ് മാറി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഉഴുന്നുവടയൊക്കെ പോലെ നല്ല കളറ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ, ഉഴുന്നുവടയൊക്കെ പോലെ. ഇതുപോലെ നമുക്ക് ബാക്കി മാവും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നഖമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. ഓൾറെഡി നമ്മൾ കുക്കായ ചോറ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക്